ഒരു രാത്രിയിൽ ഒരു യുവാവ് കൊടും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. നീളമുള്ള വാതായനങ്ങൾ, ഇരുണ്ട നിഴലുകൾ, വഴിത്തിരിവുകൾ. അവൻ പോയിരുന്നത് തെറ്റായ വഴിയിലൂടെയായിരുന്നു. അവൻ്റെ പേരാണ് മനു. ബാല്യത്തിൽ പഠിക്കാൻ മിടുക്കനും സൽസ്വഭാവമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ തെറ്റായ കൂട്ടുകെട്ട് അവനെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള പല തട്ടിപ്പുകളിലും കള്ളത്തരങ്ങളിലും അവൻ പങ്കാളിയായി. പുറത്ത് എല്ലാം തികഞ്ഞ് സന്തോഷവാനായിരുന്നുവെങ്കിലും ഉള്ളിൽ അവന് ഒരു തരി പോലും ചിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവൻ ഈ പാതയിലൂടെ തന്നെ നടക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടുമുട്ടി. കണ്ട മാത്രയിൽ തന്നെ അയാളുടെ കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. അയാൾ അവനോട് പറഞ്ഞു, "നീ പോകുന്ന വഴി തിരിഞ്ഞു നടക്കുവാനുള്ള സമയമായി മകനെ, ഇനിയും വൈകിയിട്ടില്ല." അന്ന് ആ ദിവസം ആ രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ വൃദ്ധൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. എത്രയൊക്കെ പണമുണ്ടെങ്കിലും ആത്മാവില്ലെങ്കിൽ അതൊരു തോൽവിയാണ് എന്ന് അവൻ മനസ്സിലാക്കി. അതിനുശേഷം മനു അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. തെറ്റായ വഴികൾ ഉപേക്ഷിച്ചു, ചെറിയ ജോലികൾ ചെയ്തു. മാന്യമായ വരുമാനം, ആത്മസംതൃപ്തി, ആത്മവിശ്വാസം എല്ലാം കൊണ്ടും അവൻ സംതൃപ്തനായി. കാലം കടന്നുപോയി. മനു ഇന്ന് മറ്റുള്ളവർക്ക് തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് നല്ല ചിന്തയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. അവൻ ഓരോ രാത്രിയും ആ വൃദ്ധനായ മനുഷ്യനെ ഓർക്കുന്നു. അന്ന് അയാൾ ആ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ തൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ? ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരാൾ തെറ്റായ വഴിയിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറ്റാൻ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്ക്, ഒരു നോട്ടം, ഒരല്പം കരുണ മതിയായേക്കാം. ഒരു വ്യക്തിയെ മാറ്റാൻ വലിയ പവർ ഒന്നും വേണമെന്നില്ല. നല്ലൊരു മനസ്സും ഒരു വാക്കും മതി. ഇത് നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നാളെ വീണ്ടും കാണാം മറ്റൊരു കഥയുമായി. നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി.